സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ ഈ അടുത്തൊന്നും ഇത്രയും ഭംഗിയിൽ ഇത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഒരു വീട് നോക്കി നടത്തുന്നത് കണ്ടിട്ടില്ല. സംഗതി ഈ ഒരു വീടിൻ്റെ ഓണർ വിദേശത്താണ് ജോലിക്ക് ചെയ്യുന്നത്. നല്ല പൊസിഷനിൽ നിൽക്കുന്ന ആളാണ്. നമ്മളിവിടെ ചെല്ലുമ്പോഴൊക്കെ കാണുന്നത് അദ്ദേഹം ഒരു കള്ളിമുണ്ടെടുത്ത് കൈക്കോട്ടൊക്കെ ആയിട്ട് പറമ്പിലിറങ്ങി അതുപോലെ മുറ്റത്ത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് നിൽക്കണതാണ്. ഞാൻ തമാശയ്ക്ക് പറയാറുണ്ട്, സാർ ഈ പ്രോപ്പർട്ടി കാണാനായിട്ട് ആരെങ്കിലും വരുമ്പോൾ ഈ ഒരു വേഷത്തിലൊന്നും നിൽക്കല്ലേട്ടെന്ന് പറയാറുണ്ട്. അപ്പോൾ ആള് ചിരിക്കും. ആ ചിരിയിൽ ഒരു സംതൃപ്തിയുള്ള ഒരു ചിരിയുണ്ട്. കാരണം സ്വന്തം സ്ഥലം കാര്യങ്ങളൊക്കെ ഒരു കുട്ടീനെ പോലെ നോക്കി നടത്തേണ്ടതാണ്. സംഗതി അദ്ദേഹത്തിന് ഈ പ്രോപ്പർട്ടി സെയിൽ ചെയ്യാൻ അത്ര ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ നോക്കി നടത്താനായിട്ടുള്ള ആൾക്കാരില്ല അവിടെ. എല്ലാവരും പുറത്താണ്. അപ്പോൾ അത് കാരണം കൊണ്ട് അദ്ദേഹത്തിന് വേറെയും പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് കാരണം കൊണ്ടൊന്ന് സെയിൽ ചെയ്യാമെന്ന് വെച്ചിട്ടുള്ളതാണ്. സംഗതി ഇത് വാങ്ങുന്നവർക്കുണ്ടല്ലോ, ഇവിടെ അവരാഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. പ്രത്യേകിച്ച് ഒരു നല്ലൊരു വീട്, ആ വീടിൻ്റെ ചുറ്റുപാട് നല്ലപോലെ ഭംഗിയിൽ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ വേറെ ഒന്നും ചെയ്യാനില്ല. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വീടും നല്ലൊരു പറമ്പും നല്ലൊരു പരിസരവും. നമ്മൾ ആ മുറ്റം കണ്ടു. ആ മുറ്റത്ത് നിന്ന് അടുത്തുള്ള ഒരു സ്റ്റെപ്പിലുള്ള ആ ഒരു പുല്ല് വിരിച്ചിട്ടുള്ള ഭാഗം കണ്ടു. അതിൻ്റെ അപ്പുറത്തുള്ള പറമ്പ് കണ്ടു. ഈ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം കണ്ടില്ലേ, അവിടെയൊക്കെ എന്താ പറയുക, അതേപോലെയാണ്, ഒരു ഭംഗിയിലാണ് നിൽക്കുന്നത്. അത്രയ്ക്കും അദ്ദേഹം ഈ വീടും പരിസരവും സ്നേഹിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ വരുമ്പോൾ കാണാം. പിന്നെ വീടിൻ്റെ മറ്റു വിശേഷങ്ങൾ പറയണതിന് മുന്നേ നമുക്ക് പറമ്പിലത്തെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ലാവിഷായിട്ടുള്ള വെള്ളം കിട്ടുന്ന നല്ലൊരു കിണർ ആദ്യം തന്നെയുണ്ട്. പിന്നെ 5 മൂട് തെങ്ങ് ഒരു 8 ഉണ്ട്. 8 തൈകളുണ്ട്. അതിൻ്റെ ഒരു 350ഓളം നാളികേരം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 5 മൂട് പ്ലാവ് ഒരു 5 ഉണ്ട്. ഒരു 6 വെറൈറ്റി മാവ്, നെല്ലിക്ക, ഇരുമ്പാമ്പുള്ളി, ചാമ്പ തുടങ്ങി സകല ഐറ്റംസും അവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മളിതാ നമ്മുടെ മുറ്റം കണ്ടു. ആ ഒരു പൂമുഖത്തിരിക്കുമ്പോൾ നമ്മൾ ആ ഒരു വ്യൂ നോക്കിയേ, ആഹാ, എന്തൊരു സൈലൻ്റ്, എന്തൊരു പീസ്ഫുള്ളാണെന്നറിയോ. അത്രയ്ക്കും നമ്മളെ ഒരു മൈൻഡ് റീഫ്രഷ് ആക്കാവുന്ന ഒരു ചുറ്റുപാടാണ്. ഇനി വീടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ് ചെയ്തിട്ടുള്ളത്. വലിയ ഓവർ സീലിങ്ങിലുള്ള ഹെവി വർക്കുകളൊന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വീടിൻ്റെ അകമാണ്. ആദ്യം തന്നെ ഗസ്റ്റ് ലിവിങ് ഏരിയയിലേക്ക് വരുമ്പോൾ നമ്മൾ വളരെ കൂളാവും. അവിടുത്തെ ഷോക്കേസിലത്തെ ഓരോന്ന് കാണുമ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്ക് പോകുമ്പോൾ വലിയൊരു ഹാളാണ്. അവിടെയാണ് ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫ്ലോറിങ്ങൊക്കെ നല്ല വൈറ്റ് വെട്രിഫൈഡ് ടൈൽ ഫ്ലോറിംഗ് ആണ്. അതിനോട് ചേർന്നിട്ട് ഇതാ ഒരു നല്ലൊരു കോണി ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് പോകുന്നുണ്ട്. ഇനി ഡൈനിങ് ടേബിൾ നോക്കുമ്പോൾ ഒരു 6 സീറ്റർ ഡൈനിങ് ടേബിളാണ്. അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുക, നേരെ വന്നിട്ട് ചെറിയ ഇളം വെയിലൊക്കെ കൊണ്ടുപോകാൻ കിടക്കുക. അയ്യോ, മറന്നു. ആ ആ ഭക്ഷണം കഴിച്ചതിൻ്റെ ആ ഒരു ഫ്ലോയിൽ വന്ന് കിടക്കും, സ്വാഭാവികമാണ്. പക്ഷെ കൈ കഴുകാൻ മറന്നുപോയി. ആ ഒരു ഹാൻഡ് വാഷ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളാക്കി ചെയ്തിട്ടുണ്ട് അവർ. ഇനി നമുക്ക് ബെഡ്റൂമുകൾ നോക്കുകയാണെങ്കിൽ 3 സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂംസ് ഉണ്ട്, അറ്റാച്ച്ഡ് വാഷ്റൂമോട് കൂടിയിട്ട്. എല്ലാ ബെഡ്റൂമിലും ഈ നമ്മുടെ കട്ടില്, അതുപോലെ തന്നെ വലിയ 3 വാർഡ്രോബ്, നല്ല ബാത്റൂംസാണ്. എല്ലാതും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിസൈനിൽ ചെയ്തിരിക്കുന്നത്. എല്ലാ ബെഡ്റൂമും നല്ല സ്പേസ് ഉണ്ട് കേട്ടോ, കണ്ടില്ലേ, ലാവിഷായിട്ടുള്ള സ്പേസ് ഉണ്ട്. ഹായ്, ഈ കർട്ടനൊക്കെ കാണുമ്പോൾ നമ്മുടെ പഴയ ഒരു വിൻറ്റേജ് കാര്യങ്ങളൊക്കെ ഓർമ്മ വരികയാണ്. നമ്മുടെ പഴയ വീടുകളിലൊക്കെ നമ്മുടെ അമ്മമാരുടെ പഴയ സാരികളൊക്കെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ജനലിലേക്ക്, അല്ലേ, ആ ഒരു ലുക്കാണ് അത് കണ്ടപ്പോൾ ഒരു ഓർമ്മ വന്നു. കണ്ടില്ലേ, ഈ വാഷ്റൂംസൊക്കെ നല്ല ഭംഗിയിൽ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ സ്റ്റെയർ കയറിയിട്ട് മുകൾ ഭാഗത്തേക്ക് പോകുമ്പോൾ ടെറസ് ഏരിയ ഉണ്ടല്ലോ, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഡ്രസ് വർക്ക് വേറെ കണ്ടിട്ടില്ല. നല്ല ക്വാളിറ്റിയിൽ നല്ല സ്ട്രോങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ 18 സെൻറ്റ് സ്ഥലം വരുന്നുണ്ട്. 2100 സ്ക്വയർ ഫീറ്റ് വീട്. അത്ര തന്നെ മുകളിലേക്ക് ഡ്രസ് വർക്കും ചെയ്തിട്ടുണ്ട്. മെയിൻ കാര്യം പറയാൻ മറന്നു, കിച്ചൺ.
നല്ല വലുപ്പമുള്ളൊരു അടുക്കള കേട്ടോ. നല്ല കബോർഡ് വർക്കും ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല ഐറ്റംസാണ് ചെയ്തിട്ടുള്ളത്. വേണമെങ്കിൽ ആ കിച്ചണിൽ ആ റൈറ്റ് സൈഡിൽ ആ ഒരു മൂലയ്ക്ക് വേണമെങ്കിൽ ഒരു ഭാഗം കൂടി കബോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി. പിന്നെ ഒരു വർക്ക് ഏരിയ വരുന്നുണ്ട്. അത്യാവശ്യം പുകടുപ്പിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കറി വയ്ക്കണമെങ്കിൽ അതിനുള്ള സൗകര്യം ഇവിടെയുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞു 18 സെൻറ്റ് സ്ഥലം, 2100 സ്ക്വയർ ഫീറ്റ് വീട്. അത്ര തന്നെ മുകളിലേക്ക് ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട്. 2019 വീട് പണിതിരിക്കുന്നത് വടക്ക് ഫേസായിട്ട്. എന്താ പറയുക, നമ്മൾ തൃശ്ശൂരിൽ ഗുരുവായൂർ ടൗണിൻ്റെ ഏറ്റവും നല്ലൊരു പോഷ് ഏരിയയിലാണ് വീട് നിൽക്കുന്നത്. അത്രയ്ക്കും നല്ല ബെസ്റ്റ് പ്ലേസ്. ചാവക്കാട് അടുത്താണ്. എല്ലാം കൊണ്ടും നല്ലൊരു ഏരിയ, ബെസ്റ്റ് പ്രോപ്പർട്ടി. അദ്ദേഹം ആവശ്യപ്പെടുന്ന ഒരു എമൗണ്ട് എന്ന് പറഞ്ഞാൽ 1,25,00,000. തീർച്ചയായിട്ടും ലാൻഡ് വാല്യൂയും വീടിൻ്റെ ഒരു ക്വാളിറ്റിയും വെച്ച് നോക്കുമ്പോൾ നല്ലൊരു പ്രൈസാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ തീർച്ചയായിട്ടും കച്ചവടത്തിലേക്ക് വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ നല്ലൊരു വീടും നല്ലൊരു വീടിൻ്റെ പരിസരവും ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഈ പ്രോപ്പർട്ടി. വന്ന് കണ്ടു കഴിഞ്ഞാൽ കയ്യിൽ കാശുണ്ടെങ്കിൽ എറിയൂട്ടാ കാശ്. കാരണം അത്രയ്ക്കും ഗംഭീരമായിട്ടാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് തീർച്ചയായിട്ടും നമ്മളെ വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുക. വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.